കൺസ്യൂമർ ഫെഡിലെ അഴിമതികൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തതിന് പ്രതികാര നടപടി നേരിടേണ്ടി വന്നതിൽ പ്രതിഷേധം അറിയിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ദിനേശ് ലാൽ എന്ത് നടപടിയെടുത്താലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് ദിനേശ് ലാൽ റിപ്പോർട്ടറോട് പറഞ്ഞു. ട്രെയിനിംഗ് ചീഫ് എന്ന തസ്തികയിൽ നിന്ന് ഗോഡൌൺ മാനേജർ തസ്തികയിലേക്കാണ് ദിനേശ് ലാലിനെ തരം താഴ്ത്തിയത്. ടോമിൻ കെ തച്ചങ്കരി കൺസ്യൂമർ ഫെഡ് MD ആയ ശേഷമായിരുന്നു ട്രെയിനിംഗ് ചീഫായിരുന്ന ദിനേശ് ലാലിനെ വീണ്ടും അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 20 യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ 13 യൂണിറ്റുകളിലും വ്യാപക അഴിമതിയായിരുന്നു ദിനേശ് ലാൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് 17 പേരെ തച്ചങ്കരി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തച്ചങ്കരിയെ MD സ്ഥാനത്തു നിന്ന് മാറ്റിയ ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ദിനേശ് ലാലിനെതിരെ പ്രതികാര നടപടി ആരംഭിച്ചത്. 1997 സർവീസിൽ കയറിയപ്പോൾ അനുവദിച്ച ഗോഡൌൺ മാനേജർ തസ്തികയിലേക്കാണ് ദിനേശിനെ വീണ്ടും തരം താഴ്ത്തിയത്. കൺസ്യൂമർ ഫെഡിന്റെ ബോർഡും അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ജീവനക്കാരും ഈ അഴിമതിക്കാരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി നിലനിൽക്കും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതാണ് ഞാൻ വിശ്വസിക്കുന്നു. 2012 ഇൻസ്പെക്ഷൻ ചീഫായി നിയോഗിക്കപ്പെട്ട കാലത്താണ് കൺസ്യൂമർ ഫെഡിൽ ഓപ്പറേഷൻ അന്നപൂർണയ്ക്ക് നേതൃത്വം നൽകി ദിനേശ് ലാൽ അഴിമതിയും ദൂർത്തും പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ പ്രതികാര നടപടി എടുത്തതോടെ ഇവയ്ക്കെല്ലാം പിന്നിൽ ആരാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായെന്നും ദിനേശ് ലാൽ പറഞ്ഞു. ഈ കാര്യത്തിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നും ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ് എന്നൊക്കെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് കേൾക്കേണ്ട കാര്യം വരുന്നില്ല. റിപ്പോർട്ടർ, കൊല്ലം.